മഞ്ഞ് തൊപ്പിയിട്ട് നിൽക്കുന്ന ഈ മൗണ്ടൻ മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. ജപ്പാനിലെ ടോളസ്റ്റ് മൗണ്ടൻ ആയ മൗണ്ട് ഫുജിയാണ്. ഫുജിസ്ഥാനിലെ ഫേമസ് ആയ യെത്തി സ്കീ റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു പാർക്കിൽ വണ്ടി നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. കൂടെ വന്ന ഫ്രണ്ട്സ് ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു. ഇതുപോലെ ട്രിപ്പ് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൂടെ കരുതുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ആലോചിക്കാൻ കൂടി പറ്റാത്ത കാര്യമാണ്. ജപ്പാനിലൊരു ട്രിപ്പ് പോകുമ്പോൾ കേരള ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ വഴിയിരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചിട്ടുമില്ല. അങ്ങനെ സ്കീ റിസോർട്ടിലെത്തി കുട്ടികളെയും കൊണ്ട് പോയത് അവർക്കുള്ള പ്ലേ ഗ്രൗണ്ടിലേക്കാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് സ്നോ സ്ലെഡുമായിട്ട് പോയി സ്ലൈഡ് ചെയ്ത് കളിക്കുന്ന അവരെ കണ്ടപ്പോൾ സത്യം പറഞ്ഞ കൊതി വന്നു. കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നിട്ട് ഞാനും ഒന്ന് കയറി നോക്കി. പണ്ട് നമ്മൾ എൻജോയ് ചെയ്തിരുന്ന സ്ലൈഡും ഊഞ്ഞാലും ഒക്കെ ഇപ്പം കയറുമ്പോൾ നല്ല പേടി തോന്നാറുണ്ട്. ആദ്യത്തെ 2 തവണ നല്ലവണ്ണം പേടി വന്നു. പിന്നീട് അങ്ങ് രസമായി കുറേ തവണ ചെയ്തു. മഞ്ഞ് കണ്ടപ്പം വീഡിയോസിലൊക്കെ കാണാറുള്ള പോലെ ഏഞ്ചലിനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ഒരാൾ ഇതാ അവിടെ കിടന്ന് കൈയിട്ട് അനക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏഞ്ചലൊന്നും വന്നില്ല. എല്ലാവരും നടന്നൊക്കെ ആയിരിക്കണം. ഈ മഞ്ഞ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് മൂവ് ചെയ്ത് മാറുന്നില്ല കൈകൊണ്ട് നീക്കിയാലും. കുറേ നേരം മഞ്ഞിൽ കളിച്ച് എല്ലാവരും നന്നായിട്ട് തണുത്ത് വിറച്ചു. അടുത്ത് കുറച്ച് ഫയർ പ്ലേസ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ നിന്ന് തീയൊക്കെ കാഞ്ഞ ശേഷം അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി രാമൻ കഴിച്ചു. വിന്റർ സമയത്ത് പുറത്തൊക്കെ ഇറങ്ങി നടന്നിട്ട് ഇതുപോലെ ഒരു ഹോട്ട് പോട്ട് ന്യൂഡിൽസ് ഒക്കെ കിട്ടിയാൽ അത് കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഫുഡിനും തരാൻ പറ്റില്ല. ഇങ്ങനത്തെ ഫുഡൊന്നും ഒരിക്കൽ പോലും ട്രൈ ചെയ്തിട്ടില്ലാത്തവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഇതുപോലെയുള്ള അവസരങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു പോകും. തിരിച്ചു പോകുന്ന വഴിക്ക് കുട്ടികൾക്ക് സ്നോയിൽ വീണ്ടും കളിക്കണം എന്ന് പറഞ്ഞ് ഇറക്കിയതാണ് ഇവിടെ. കുറച്ച് സ്നോയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഉള്ള സ്നോയൊക്കെ പെറക്കിയെടുത്ത് കുഞ്ഞു സ്നോമാനൊക്കെ ഉണ്ടാക്കി കുറച്ചു നേരം അവിടെ കൂടി. എന്നിട്ട് നേരെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വണ്ടി പിടിച്ചു.